നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ക്രൈസ്തവരുടെ വോട്ടുകൾ തങ്ങളെ കൈവിട്ടുവെന്ന് BJPക്ക് മാത്രമല്ല CPMനും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ബോധ്യമായി. പ്രതീക്ഷിച്ച പോലെ ക്രൈസ്തവ മേഖലയിൽ നിന്നും CPMനും ഇടതുമുന്നണിക്കും കാര്യമായി ഒന്നും കിട്ടിയില്ല. എല്ലാ വോട്ടുകളും പഴയതുപോലെ UDFിലേക്ക് ഒഴുകി. 2021 ഇതായിരുന്നില്ല അവസ്ഥ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ മേഖലകളിൽ ആദ്യമായി CPM ഇടതുമുന്നണി നേട്ടം കൊയ്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു നേട്ടം ഉണ്ടായെങ്കിലെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജോസ്മോൻ മാണി സാറിൻ്റെ പൊന്നാരമോൻ ജോസ്മോൻ്റെ പാർട്ടി കൂടെ നിൽക്കുന്നത് കൊണ്ട് കോട്ടയം, ഇടുക്കി ജില്ലകളിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് CPM കരുതിയിരുന്നു. എന്നാൽ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഒരു പ്രയോജനവും ജോസ് കെ മാണിയെ കൊണ്ട് പിണറായി വിജയന് ഉണ്ടായില്ല, CPMന് ഉണ്ടായില്ല. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ ജോസ്മോനെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജോസ്മോന് ഈ കത്തോലിക്ക സഭയുടെ പിതാക്കന്മാരെയും അവരുടെ പള്ളികളെയൊന്നും സ്വാധീനിക്കാനുള്ള കഴിവ് മാണി സാറിനെ പോലെ ഇല്ല. മാണി സാർ പണ്ട് വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുമായിരുന്നു. സഭയെയും പള്ളിയെയും തൻ്റെ ഇടതുവശത്തും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വലതുവശത്തും നിർത്തി മാണി സാർ കൃത്യമായി കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് സഭയ്ക്കും ഗുണമുണ്ടായി, ക്രൈസ്തവർക്കും ഗുണമുണ്ടായി, മാണി സാറിന് പ്രത്യേകിച്ചും ഗുണമുണ്ടായി. എന്നാൽ അതിനുള്ള കഴിവൊന്നും ജോസ്മോനില്ല എന്ന് പിണറായി വിജയൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് പിണറായി ഒരു പിണറായി ഒരു തന്ത്രം രൂപീകരിച്ചു. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി ഇനി നേരിട്ട് സംസാരിക്കുക. നേരത്തെ മുസ്ലിം ലീഗിനെ ഒതുക്കാൻ വേണ്ടി പിണറായി എടുത്ത അടവായിരുന്നു ഇത്. മുസ്ലിം ലീഗിനോട് സംസാരിക്കാതെ മറ്റ് മുസ്ലിം സംഘടനയോട്, സമസ്ത അടക്കമുള്ള, കാന്തപുരം അടക്കമുള്ള മറ്റ് മുസ്ലിം സംഘടനാ നേതാക്കളോട് നേരിട്ട് മുഖ്യമന്ത്രി സംസാരിക്കുക. അപ്പോൾ ലീഗിൻ്റെ ഞങ്ങളോട് സംസാരിക്കണം, അല്ലെങ്കിൽ ആ സംഘടനകൾക്ക് മുഖ്യമന്ത്രിമാരോട് സംസാരിക്കാൻ ഇനി മുസ്ലിം ലീഗിൻ്റെ ഇടനില വേണ്ട എന്നൊരു സന്ദേശമാണത്രേ അന്ന് പിണറായി നൽകിയത്. അതേപോലെ തന്നെ ഇനി ക്രൈസ്തവ സംഘടനകൾക്കും ബിഷപ്പുമാർക്കും മതമേലധ്യക്ഷന്മാർക്കും പിണറായി വിജയനായിട്ട് സംസാരിക്കാൻ ഈ നമ്മുടെ ജോസ്മോൻ്റെ ഇടനില വേണ്ട, ഇനി അവർക്ക് നേരിട്ട് സംസാരിക്കാം. അത്തരത്തിലൊരു നീക്കവുമായാണ് ഇപ്പോൾ പിണറായി വിജയൻ മുന്നോട്ട് വരുന്നതെന്നാണ് പറയുന്നത്. കാരണം അതിന് പറ്റിയ ഒരാൾ, ഈ സഭകളെ സ്വാധീനിക്കാനും സഭകളുമായി ഇടപഴകാനും പറ്റിയ ഒരാൾ പിണറായി വിജയൻ്റെ കയ്യിലുണ്ട്. അതും മറ്റാരുമല്ല, ജോൺ ബ്രിട്ടാസാണ്. ജോസ് കെ മാണിയേക്കാൾ വളരെ ഭംഗിയായി സഭകളെ തൻ്റെ കൂട്ടത്തിൽ നിർത്താൻ, അല്ലെങ്കിൽ സഭാപിതാക്കന്മാരെ അനുനയിപ്പിക്കാൻ ജോൺ ബ്രിട്ടാസിന് കഴിയുമെന്ന് പിണറായി വിജയന് നന്നായി അറിയാം. അതുകൊണ്ട് ജോസ് കെ മാണിയെ മാറ്റി നിർത്തി. ജോസ് കെ മാണി LDFിൽ നിൽക്കട്ടെ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനുള്ള സീറ്റുകളും ബാക്കി കാര്യങ്ങളും എല്ലാം നൽകും. അക്കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മുടെ ജോൺ ബ്രിട്ടാസിന് ഒരു പുതിയൊരു അസൈൻമെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇനി സഭാപിതാക്കന്മാരെയും സഭാ മതമേലധ്യക്ഷന്മാരെയും CPMനൊപ്പം പിണറായിക്കൊപ്പം അണിനിരത്താനുള്ള ജോലി ജോൺ ബ്രിട്ടാസിനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ജോൺ ബ്രിട്ടാസ് ആയിരിക്കും സഭാപിതാക്കന്മാരോടും സഭാ മതമേലധ്യക്ഷന്മാരോടും പിണറായിക്ക് വേണ്ടി സംസാരിക്കുക. ഡൽഹിയിൽ നരേന്ദ്രമോദിയോടും അമിത്ഷായോടുമെല്ലാം പിണറായിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് ആണെന്ന് തന്നെയാണല്ലോ എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെന്ന് കേന്ദ്രമന്ത്രി തന്നെ സമ്മതിക്കുകയും ചെയ്തു. ഇനി അവിടെ മാത്രമല്ല, കേരളത്തിലും പിണറായി വിജയന് വേണ്ടി ഈ സഭാപിതാക്കന്മാരുമായും മെത്രാന്മാരുമായും സംസാരിച്ച് അവരെ പിണറായിക്കും അല്ലെങ്കിൽ CPMനും ഇടതുമുന്നണിക്കും ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾക്ക് ശക്തി പകരുന്ന ജോലി ഏതായാലും ഇപ്പോൾ ജോൺ ബ്രിട്ടാസിനെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ജോൺ ബ്രിട്ടാസിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവർ ഭൂരിപക്ഷമുള്ള, അല്ലെങ്കിൽ ക്രൈസ്തവ സ്വാധീനം നിർണായകമായുള്ള ഏതെങ്കിലും വടക്കേ മലബാറിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുകയും ചെയ്യാം. ഇതിനാണ് ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെയാണല്ലോ ബ്രിട്ടാസിൻ്റെ നീക്കങ്ങൾ എപ്പോഴും. അതുകൊണ്ട് ഈ അസൈൻമെൻറ്റ് അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ, ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ തിരിച്ച് തനിക്ക് കണ്ണൂർ ജില്ലയിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള, ക്രൈസ്തവർക്ക് സ്വാധീനമുള്ളൊരു സ്ഥലത്ത് സീറ്റ് വേണമെന്നും അദ്ദേഹത്തിന് പിണറായിയോട് ആവശ്യപ്പെടാൻ പിണറായി നൽകുകയും ചെയ്യും. അങ്ങനെ ജോൺ ബ്രിട്ടാസിനെ രംഗത്തിറക്കിക്കൊണ്ട് ക്രൈസ്തവരെയും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും തന്നിലേക്ക്, പാർട്ടിയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു തന്ത്രം പിണറായി വിജയൻ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് CPMൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.